അപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. സ്തോത്രം. ഒറ്റ വാക്യത്തിൻ്റെ അകത്താണ് ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാക്യത്തിൻ്റെ അകത്ത് തൻ്റെ ചരിത്രം കിടക്കുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അകത്ത് 4 വാക്യങ്ങൾക്കകത്ത് ഒതുങ്ങി കിടക്കുക. സ്തോത്രം. പക്ഷേ ഈ മനുഷ്യന് വലിയ സാക്ഷ്യമുണ്ട്. ആമേൻ. വലിയ അനുഭവങ്ങളുണ്ട്. പലതും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. സ്തോത്രം. പുതിയ നിയമ ഭക്തന്മാരായിരിക്കുന്ന നമ്മൾ ഈ 11-ാം അധ്യായം എബ്രായ ലേഖനം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഹാബേലിനെ കുറിച്ചാണ്. ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് നോഹയെക്കുറിച്ചാണ്. അപ്പം 3 വിശ്വാസ വീരന്മാരെ ചേർത്ത് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ 3 വിശ്വാസ വീരന്മാരെ ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാബേലിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അവൻ ഒരാരാധനക്കാരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാധനയ്ക്കൊരു മാതൃകയാണ്. സ്തോത്രം. ഹാനോക്ക് നാം പഠിക്കുമ്പോൾ അനുസരിച്ച് നടന്നവനാണ്. അപ്പം നടപ്പിനൊരു മാതൃകയാണ് ഹാനോക്ക്. നോഹ ഭക്തിയുള്ള ഒരു ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. ഭക്തിക്കൊരു മാതൃകയാണ്. പ്രൈസ് ഗോഡ്. ഇതൊരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കാണണം. ഈ 3 പേരെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. സ്തോത്രം. അബ്രഹാമിൻ്റെ വിശ്വാസം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം കൈവശമാക്കിയവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതൽ വിശ്വാസി ആയിരിക്കുമ്പോൾ അവൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ 3 പേരുടെ ജീവിതം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമ ഇസ്രായേലിനെ വിളിച്ചിറക്കിയത് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. സ്തോത്രം. അപ്പോൾ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് സത്യദൈവത്തെ ആരാധിക്കാനാണ്.